ഹോളിവുഡിലെ വൻ താരങ്ങളായ ജെന്നിഫർ ലോപ്പസും ബെൻ അഫ്ലേക്കും വേർപിരിഞ്ഞു. 2 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ദമ്പതികൾ വേർപിരിയുന്നത്. കുറേ നാളായി ഇത് സംബന്ധിച്ച വിവിധ തലത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഇതിൻ്റെ ഒടുവിലാണ് ജെന്നിഫർ ലോപ്പസും ബെൻ അഫ്ലേക്കും തമ്മിലുള്ള വിവാഹമോചനം നടന്നത്. ഹോളിവുഡിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളാണ് ഇരുവരും. മാത്രമല്ല, ഇവർക്ക് എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ നിരവധി വ്യവസായങ്ങളുണ്ട്, നിരവധി സിനിമകൾ ഇവർ നിർമ്മിച്ചിട്ടുമുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ദമ്പതികൾ വേർപിരിയുന്ന വാർത്ത നൽകിയിട്ടുള്ളത്. ജെന്നിഫർ ലോപ്പസിന് 55 വയസ്സും ബെൻ അഫ്ലേക്ക് 52 വയസ്സുമാണ് പ്രായം. ഇവരിൽ കൂടുതൽ ആസ്തിയുള്ളത് ജെന്നിഫർ ലോപ്പസിന് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും വിവാഹമോചനത്തോടനുബന്ധിച്ച് സ്വത്തുക്കൾ വീതം വയ്ക്കുന്ന കാര്യത്തിൽ കൂടുതൽ പങ്ക് തനിക്ക് വേണം എന്ന് ജെന്നിഫർ ലോപ്പസ് ആവശ്യപ്പെട്ടതായി നേരത്തെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ജെന്നിഫർ ലോപ്പസ് വളരെയേറെ ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. സ്വകാര്യ ജെറ്റുകളിൽ യാത്ര ചെയ്യുന്നതും വൻ ഹോട്ടലുകളിൽ താമസിക്കുന്നതും സ്വകാര്യ യാട്ടുകളിൽ താമസിക്കുന്നതും ഒക്കെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട വിനോദങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ബെൻ അഫ്ലേക്ക് ആട്ടെ ഇത്തരത്തിൽ ആഡംബര ജീവിതം നയിക്കുന്നതിനോട് അത്ര പ്രതിപത്തിയുള്ള ഒരാളും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷമുള്ള ഇവരുടെ ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും വാങ്ങിയതൊക്കെ തന്നെ ജെന്നിഫർ ലോപ്പസ് തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില ആഡംബര വസതികൾ ഇരുവരും ചേർന്ന് സംയുക്തമായിട്ടാണ് പണം മുടക്കിയത് എന്നും പറയപ്പെടുന്നുണ്ട്. വിവാഹമോചനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ജെന്നിഫർ ലോപ്പസ് ആവശ്യപ്പെട്ടിരുന്നത് രണ്ടുപേർക്കും പപ്പാതി സ്വത്തുക്കൾ വീതിക്കണം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ വിവാഹമോചനത്തോടനുബന്ധിച്ച് സ്വത്തുക്കളുടെ വീതം വയ്ക്കൽ സംബന്ധിച്ച് എന്താണ് തീരുമാനം എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതിന് മധ്യസ്ഥരായി പ്രവർത്തിച്ചിരുന്ന നിരവധി ഹോളിവുഡ് വമ്പന്മാരുണ്ട്. അവരും ആരും തന്നെ ഈ വിവാഹമോചനത്തിൻ്റെ സ്വത്ത് വീതം വയ്ക്കൽ സംബന്ധിച്ച വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യത്തിൽ ഇനിയും മറുപടി നൽകിയിട്ടില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം ബെവർലി ഹിൽസിലെ ആഡംബര വസതിയിലാണ് ഇരുവരും കഴിഞ്ഞിരുന്നത്. എന്നാൽ കുറേ നാളുകളായി ജെന്നിഫർ ലോപ്പസ് ലോസ് ആഞ്ചലസിലെ സ്വന്തം വസതിയിലാണ് താമസിച്ചിരുന്നത്. ഇവർ വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് വർഷങ്ങളായി ഹോളിവുഡിൽ നിരവധി വാർത്തകളാണ് പ്രചരിച്ചത്. അന്ന് പ്രചരിച്ച വാർത്തകൾ പലതും സത്യമാണ് എന്ന് പിന്നീട് ജനം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവരുടെ പ്രണയവുമായി ബന്ധപ്പെട്ടും കല്യാണവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നിരവധി വാർത്തകളാണ് അന്ന് നൽകിയിരുന്നതും. ഏറെ വിചിത്രമാണ് ഈ രണ്ടുപേരുടെയും കുടുംബജീവിതം സംബന്ധിച്ച കാര്യങ്ങളും. 2001 ഗിഗ്ലി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നു. 2002 നവംബറിൽ വിവാഹ നിശ്ചയം നടത്തി. എന്നാൽ 2004 തുടക്കത്തിൽ ലോപ്പസ് വിവാഹം വേണ്ടെന്ന് വെച്ചു. ഇതേ വർഷം ജൂണിൽ ഗായകൻ മാർക്ക് ആന്റണിയെ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് മാക്സ്, എമ്മ എന്നീ ഇരട്ടക്കുട്ടികളുണ്ട്. 2005 ബെൻ അഫ്ലേക്ക് നടി ജെന്നിഫർ ഗാർണറെ വിവാഹം കഴിച്ചു. 2017 ഇരുവരും വിവാഹമോചിതരുമായി. 2021 മെയ്യിലാണ് ജെന്നിഫർ ലോപ്പസ് ബെൻ അഫ്ലേക്കും വീണ്ടും ഒന്നിക്കുന്നത്. 2022 ജൂലൈ മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹശേഷം സന്തുഷ്ടപൂർണ്ണമായ വിവാഹ ജീവിതമാണ് തങ്ങൾ നയിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളുടെയൊക്കെ തന്നെ ഇവർ വെളിപ്പെടുത്തിയിരുന്നത്. കാരണം ദീർഘകാലമായി ഇവർ പ്രണയത്തിലായിരുന്നതും പിന്നീട് വിവാഹം നിശ്ചയിച്ചതിന് ശേഷം മുടങ്ങിയതുമൊക്കെ തന്നെ വലിയ വാർത്തകളായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് ഇരുവരും അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇവർക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതകളുള്ളതായി പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിരുന്നു. എങ്കിലും ഇവർ നിഷേധിക്കുകയോ അത് ശരിവയ്ക്കുകയോ ചെയ്യുകയായിരുന്നില്ല. പിന്നീടാണ് ഈ വിഷയം കോടതിയിലേക്ക് എത്തുകയും ഇവർ വേർപിരിയാൻ തീരുമാനിക്കുകയും ചെയ്തത്. $40 ലക്ഷം ജെന്നിഫർ ലോപ്പസിൻ്റെ ഒരു വർഷത്തെ വരുമാനം എന്നാണ് ഔദ്യോഗിക കണക്ക്. ഒരുപക്ഷെ ഇതിലും കൂടുതൽ പണം അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ 2 ദമ്പതികൾക്കും പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് കോടിക്കണക്കിന് ഡോളർ കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഇവർ നിർമ്മിക്കുന്ന സിനിമകളൊക്കെ തന്നെ ബമ്പർ ഹിറ്റുകളാണ്. ജെന്നിഫർ ലോപ്പസ് നിർമ്മിച്ച പല ചിത്രങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ലാഭം അവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ജെന്നിഫർ ലോപ്പസിന് തന്നെയാണ് ആസ്തിയിൽ മുൻതൂക്കം എന്നുള്ളത് 100% ഉറപ്പാണ്. എങ്കിലും ഇരുവരും തമ്മിൽ വേർപിരിയുമ്പോൾ സ്വത്തുക്കൾ വീതം വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് തീരുമാനങ്ങളായത് എന്നുള്ള കാര്യങ്ങൾ ഇനിയേ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. എങ്കിലും ഹോളിവുഡിൽ വലിയൊരു വിവാഹം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ 2 വർഷം മാത്രം നീണ്ടുനിന്ന ഈ ഒരു ദാമ്പത്യ ജീവിതം എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇരുവരും ഇപ്പോഴും വിശദീകരിച്ചിട്ടുമില്ല. ജെന്നിഫർ ലോപ്പസിന് ആദ്യ വിവാഹത്തിലുണ്ടായ 2 കുട്ടികളുടെ കാര്യത്തിലും എന്താണ് തീരുമാനം എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല.